ചന്ദ്രകാന്തം ഒരു തീപാറും പ്രമോ തന്നെ. അതേ പ്രഷർ നമ്മുടെ അർജുൻ നന്ദവഴി അറിയുകയാണ് നമ്മുടെ നയനയുടെ ആ ഒരു കൊടും ചതിയും നയനയുടെ ഉദ്ദേശത്തിൻ്റെ ആ ഒരു ആഴവും ഒക്കെ നമ്മുടെ അർജുൻ തിരിച്ചറിയുന്ന ഒരു നിമിഷം. അതേ കൂട്ടുകാരൻ നമ്മുടെ നന്ദ അർജുൻ്റെ മുമ്പിൽ വെച്ച് നമ്മുടെ നയനെ വെല്ലുവിളിക്കുന്നുണ്ട്. നീ വന്ന കാലം മുതൽ നീ ശ്രമിക്കുകയാണ് ഇവരെ തമ്മിൽ വേർപിരിക്കാനായിട്ട്. നീ ഇവർ വേർപിരിഞ്ഞു എന്ന് കരുതി സന്തോഷിക്കേണ്ട. നിനക്ക് ഞാൻ 8ൻ്റെ പണി വെച്ചിട്ടുണ്ട്. ഇവരെ ഞാൻ ഒന്നിപ്പിക്കും, നമ്മുടെ പിങ്കിയും അർജുനെയും ഞാൻ ഒന്നിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ നമ്മുടെ നയനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദ നമ്മുടെ അർജുൻ്റെ അടുത്തും ദേഷ്യപ്പെടുന്നുണ്ട്. നിൻ്റെ സർവ്വനാശത്തിൻ്റെയും കാരണക്കാരി നയനയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഭയങ്കര കലിപ്പിട്ടാട്ടോ നമ്മുടെ അർജുൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അർജുന ഇനി ആരാണ് ശരി ആരാണ് സത്യം? എന്തായാലും നന്ദയെ ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ അർജുന. അപ്പോൾ നന്ദ പറയുന്നത് സത്യമായിരിക്കുമോ എന്നുള്ളൊരു രീതിയിൽ സമനില തെറ്റിപോലെ ഇരിക്കുന്ന അർജുനെ ആട്ടോ നമുക്ക് ചന്ദ്രകാന്തം പ്രമോൻ്റെ അവസാന ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം നമ്മുടെ പിങ്കി നമ്മുടെ അർജുൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ, അല്ലെങ്കിൽ എന്നേക്കുമായി നമ്മുടെ അർജുൻ്റെ ജീവിതം തകർന്നാടുമോ? കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.